ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രീഷ്മ മോളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ന്യൂസെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ന്യൂസിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റിട്ടയർഡ് ഹൈക്കോർട്ട് ജസ്റ്റിസ് കെമാൽ പാഷ. സോ വിത്ത് ഓൾ റെസ്പെക്ട്, നിങ്ങൾ വലിയൊരു ജഡ്ജ് ആയിരിക്കാം, പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ താങ്കൾ പറയുന്ന പല കാര്യങ്ങളോടും നമുക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ്. മേ ബി ഞങ്ങൾ അത്രയും ഫീലിങ്സ് ഉൾക്കൊണ്ട് ഈ ഒരു കേസിന്റെ വിധിയെ കാണുന്നത് കൊണ്ടായിരിക്കാം സാറ് പറയുന്ന കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തത്. അപ്പം കമാൽ പാഷ സാറ് പറയുന്നത്, നമ്മുടെ കഷായം ഗ്രീഷ്മയെ 24 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ കഷായം ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല എന്നാണ് ചാനലുകൾ കയറിയിരുന്ന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. പക്ഷേ ഇതിനകത്ത് പ്രശ്നം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കൊലപാതകത്തിനെ ആയിരിക്കില്ല ഞാൻ ചെയ്യുന്നത്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ ഒരു പ്രത്യേക കോർണറിലേക്ക് തെള്ളിക്കൊണ്ടുപോയി, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ അത് എന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന ചോദിച്ചാൽ അന്നേരം ഇയാൾ ഈ വീഡിയോ എടുത്ത് പുറത്തിടും. ഈ കുട്ടിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? വലിയ പ്രശ്നമുണ്ട് അതിന്. നമ്മൾ അതൊന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് ഒക്കെ ചെക്ക് ചെയ്യണമെന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നതെന്ന്. പിന്നെ താങ്കൾ ഈ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ചോറ് കഴിക്കുന്ന ആർക്കാണെങ്കിലും മനസ്സിലാവും. താങ്കൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഈ പറയുന്ന ഗ്രീഷ്മയുടെ വീഡിയോസും ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഇത് പുറത്തു വിടുന്നുള്ള ഭീഷണി കാരണമാണ് ഗ്രീഷ്മയ്ക്ക് ഈ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നതെന്നാണ് താങ്കൾ പറയുന്നത്. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഒരു തവണ പോലും ഷാരോൺ എന്ന് പറയുന്ന വ്യക്തി തള്ളി പറഞ്ഞിട്ടില്ല. അവൻ എന്താണ് സംഭവിച്ചെന്ന് അറിയാതെ ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുമ്പോഴും വാവ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് ഷാരോൺ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഗ്രീഷ്മയെ ദോഷം ചെയ്യുന്ന രീതിയിൽ ഈ പറയുന്ന പേഴ്സണൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പ്രീ മെഡിറ്റേറ്റഡ് ആണ്, പ്രീ പ്ലാൻഡ് ആണ് എന്ന് തന്നെയാണ് ഇനി ഞാൻ കാണുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കേസ് ഒരിക്കലും റെയറും ഇല്ല. ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്, നോക്കണം. ആ നോക്കാനുള്ളതൊക്കെ ഇതിൽ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പറയുമ്പോൾ ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേര് കാണും. ഐ ഡോണ്ട് കെയർ. ഉറപ്പായിട്ടും താങ്കളെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ടാവും. താങ്കളെ പോലുള്ള ഒരു ജഡ്ജാണ് അതിന്റെ വിധി വാദിച്ചത്. സോ താങ്കൾക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടാവും. പക്ഷെ അദ്ദേഹം ഇതൊന്നും നോക്കാതാണ് വാദിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ ജുഡീഷ്യറിയെ അവഹേളിക്കുന്ന തരത്തിലാണ് താങ്കൾ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കുമ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് തോന്നും ആളുകൾ ഇമ്പൾസീവായിട്ട് അങ്ങ് പ്രതികരിക്കും. അവൾക്ക് ഇത് തന്നെ കിട്ടണം. അതെന്താ കാര്യം? അവൾ. അത് നമ്മൾ നോക്കണം. അവൾ. ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? ഈ കേസിനകത്ത് എന്തിനാണ് ഈ ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ പിടിച്ചിരുന്നത്? ഈ ഷാരോൺ എന്ന് പറയുന്ന മരിച്ചവന് ഒരു വിലയില്ലേ? അവളെന്ന് പോലും വിളിക്കാൻ അവള് അർഹതയല്ല. പന്ന മോള് അങ്ങനെ അവളെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഒരുത്തനെ ഒരു ദയും ദാക്ഷിണ്യവും ഇല്ലാതെ കഷായത്തില് മറ്റേ സാമാനവും കലക്കി കൊടുത്ത് ഒന്നതിന് ശേഷം അവളെ ഇനി അവളെന്നല്ലാതെ ഇനി മടിയിലിരുത്തി താലോലിക്കുന്ന തരത്തിൽ പുന്നാര മോളെന്ന് വിളിക്കാം, താലോലിക്കാം, പാലും പഴവും കൊടുത്ത് വളർത്തിക്കൊണ്ട് വരാം. ഇതിനകത്ത് എന്തിനാണ് സാർ ഈ പറയുന്ന പോലെ ജെൻഡർ ഇക്വാളിറ്റി നോക്കുന്നത്? അവളൊരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവള് കുറ്റവാളി തന്നെയാണ്. അവളെ പാമ്പർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പെൺകുട്ടികൾ ഓരോരുത്തന്മാരുടെ കൈ കൊണ്ട് കൊല്ലപ്പെടുന്നു. ഒരുത്തൻ പാറ്റനായി പോയി തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു. നമ്മൾ കണ്ടാണ് ഒരു പ്രൊഫഷണൽ കോളേജിൽ. അതേപോലെ വേറൊരുത്തൻ കയറി വെട്ടിക്കൊന്നു. ഇതെന്താ? അവന് പ്രേമിക്കും, പക്ഷെ പെണ്ണിന് വേണ്ട, സമ്മതിക്കത്തില്ല, വിടത്തില്ല, പുറകെ നടന്ന് കൊല്ലും. ഒരെണ്ണത്തിന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, നമ്മൾ കണ്ട്. ഇതിനകത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനകത്ത് ദൈവദാക്ഷിണ്യം നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ളവരൊക്കെ വെറുതെ ജയിലിനകത്തിട്ട് തീറ്റി പോട്ടേണ്ട ആവശ്യകതയില്ല. തൂക്കിക്കൊല്ലുക എത്രയും പെട്ടെന്ന്, ആസ് സൂൺ ആസ് പോസിബിൾ, നാളെയെങ്കിൽ നാളെ തൂക്കിക്കൊല്ലുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, ജനങ്ങൾക്ക് പറയാനുള്ളൂ. ആസ് എ കോമൺ മാൻ എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ജയിലിലിട്ട് തീറ്റി പോറ്റി? ഈ ഗ്രീഷ്മ പോയ കോലമാണോ ഇപ്പൊ ഗ്രീഷ്മ ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ കോടതി വെച്ച് കണ്ടത്? അവള് തടിച്ച് കൊഴുത്തിട്ടാണ് ഇരിക്കണത്. അവള് ആ രീതിയിലാണ് നമ്മുടെയൊക്കെ ടാക്സിന്റെ പൈസയിൽ ഇവളൊക്കെ തിന്ന് കൊഴുക്കുന്നത്. ഇതാണോ ജയിൽവാസം? സുഖവാസ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ തന്നെ ഇതിപ്പോൾ ഷാരോൺ രാജുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ മറ്റു ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതും ഇപ്പോൾ ഈ വീഡിയോ കാണിച്ച് ഈ പിഴച്ചവക്ക് നാട് മൊത്തം ലൈനാണെന്നാണ് പറയുന്നത്. നാട് മൊത്തം ഇവള് കാമക്കേളി കയറി നടന്നവളാണ്. അവളെയാണ് വന്നിരുന്നത് ന്യായീകരിക്കുന്നത്. ഇവർ തന്നെ ഇതിപ്പോൾ ഷാരോൺ രാജുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ മറ്റു ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതും ഇപ്പോൾ ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയേനെ, ജീവിതം തകർത്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫൻസ് തീർക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഒരു സ്ത്രീ എന്ന പരിഗണന കിട്ടാതെ ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചു എന്ന് പറയുന്നത് വേറെ ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഇത് ഈ പരസ്യമായിട്ട് കോടതിയിൽ ലഭിച്ച പെൺകുട്ടി അവഹേളിച്ചായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തോന്നാണ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ എന്റെ പൊന്നെ
ബഹുമാനപ്പെട്ട സാർ അങ്ങ് ഒരു ജഡ്ജ് തന്നെ ആയിരുന്നോ? ജഡ്ജ്മെന്റിനകത്തുള്ളതാണെന്ന് തോന്നുന്നു ഇവക്ക് പല പുരുഷന്മാരുമായിട്ട് ബന്ധമുള്ളതായിട്ട്. ഇവിടെ ആദ്യത്തെ ഒരു കാമുകന്റെ ഒരു ഇന്റർവ്യൂ ഈ കേസ് തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് വൈറലായതാണ്. അവൻ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഷാരോണുമായിട്ട്, അതിന്റെ ഇടയ്ക്ക് പല പുരുഷന്മാരുമായിട്ട്, ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യനെ ഒഴിവാക്കിയിട്ട് വേണം മറ്റേ ആ പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ മിലിറ്ററിക്കാരന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവളെ എന്താണ് പതിവൃതി എന്ന് വിളിക്കണോ? പരസ്യമായിട്ട് അവഹേളിച്ചെന്ന് ഒരുത്തനെ വിഷം കൊടുത്തു കൊന്ന ഒരുത്തിയെ. എന്റെ പൊന്ന് സാറേ, എന്താണ് അതിന് ചിലപ്പോൾ അതിനെന്താ പെൺകുട്ടിക്ക് അതിനെന്താ ഒരുത്തനുമായിട്ട് ബന്ധം ഉണ്ടായി, അതിന് മറ്റ് വേറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിഡൻസ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ കുറിച്ച് അത് പറയരുത്. എവിഡൻസ് ഉണ്ട് സാറേ, കാണും സാറ് പഠിച്ചിട്ട് വന്നിരുന്ന് പറ. സാറ് എങ്ങോട്ടും പോകണ്ട, കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്നത്, യൂട്യൂബ് എടുത്ത് നോക്ക്. ആ പയ്യന്റെ ഇന്റർവ്യൂ ഇപ്പോഴും കിടപ്പുണ്ട് പല ചാനലിലായിട്ട്. ഷാരോണിന് മുമ്പുള്ള പയ്യന്റെ അവൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേക്ക്. ക്രിമിനൽ കേസ് ശിക്ഷിച്ചു, അത് ശരിയാണ്. കൊലക്കേസ് ശിക്ഷിച്ചു, വധശിക്ഷയ്ക്ക് വിധിച്ചു, അതിലും വലിയൊരു ശിക്ഷ അതിന് കൊടുക്കാനില്ല. ഇനി അതിന്റെ പുറത്ത് ബാക്കി നമ്മളതിന്റെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നത്. ക്യാരക്ടർ അസാസിനേഷൻ, ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം അവളില്ല, അവക്കില്ല. ഒരുത്തനെ കൊന്നവനാണ്, അവളെ വെറും ബ്രൂട്ടലായിട്ട് ഒരുത്തനെ കൊന്നവളാണ്. അവക്ക് എന്ത് ക്യാരക്ടറാണുള്ളത്? ക്യാരക്ടർ അസാസിനേഷനോ? ഇദ്ദേഹം എന്തിന്റെ ബേസിസിലാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവും. സീരിയസ്ലി സാർ, വിത്ത് ഓൾ റെസ്പെക്ട്, എനിക്ക് മനസ്സിലാവില്ല താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഗ്രീഷ്മയുടെ PR വർക്കായിട്ട് ഇറങ്ങിയേക്കാണോ? ജഡ്ജ്മെന്റിലുള്ള കാര്യമാണ്. വെരി സോറി, അതാണ് എനിക്ക് അതൊക്കെ അതാ പറഞ്ഞ് ജഡ്ജ്മെന്റ് അത് എഴുതി വെക്കാൻ പാടുണ്ടോ? ആലോചിക്കുകയാണ്. ഇത് ആലോചിക്കണ്ടേ? ഇതൊക്കെ ജഡ്ജ്മെന്റിൽ എഴുതി വെക്കാൻ പാടുള്ള കാര്യമാണോ? വേറെ നമുക്ക് നിയമവശങ്ങൾ അറിയില്ല, ജഡ്ജ്മെന്റിനകത്ത് എഴുതി വെക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നും. പക്ഷെ അവിടെ ക്യാരക്ടർ ഈ ഒരു കേസിൽ വൈറ്റലാണ്. അവൾ എങ്ങനെയുള്ള ഒരുത്തിയാണെന്ന് അവിടെ ഹിസ്റ്ററി പരിശോധിക്കേണ്ട ഈ ഒരു കേസിൽ വൈറ്റലായിട്ടുള്ള കാര്യമാണ്. അതൊരു ജഡ്ജായിട്ടുള്ള താങ്കൾക്ക് നമ്മളത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവക്കിപ്പോ ഈ വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന്. ഹൈക്കോടതി പോവും, അല്ലെങ്കിൽ സുപ്രീം കോടതി പോവും. അത് കഴിഞ്ഞ് പ്രസിഡന്റിന്റെ ദയാഹർജി ഉണ്ട്, ഒരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. സോ മേ ബി ഹൈക്കോടതി പോകുമ്പോൾ തന്നെ ഈ പറയുന്ന വധശിക്ഷ എന്ന് പറയുന്ന സാധനം എടുത്തു കളയാം. അവർക്ക് വേണമെങ്കിൽ ജീവപര്യന്തത്തിലോട്ട് പോവാം. എന്നിരുന്നാൽ പോലും ഒരു കോടതിയെങ്കിലും അവള് ചെയ്ത ക്രൂരത എണ്ണി പറഞ്ഞ് അവക്ക് വധശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയം തന്നെയാണ്. നാളെ ഒരുത്തി ഈ മാതിരി ചെറ്റത്തരം ഒരുത്തനോ ചെയ്യാൻ പേടിക്കും. ഇവക്കിപ്പം വധശിക്ഷ അല്ല എങ്കിൽ ഇവക്ക് പരോള് കിട്ടും, വധശിക്ഷ ആണെങ്കിൽ പരോള് കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ടും വന്നിരുന്നിട്ട് ഗ്രീഷ്മയെ ന്യായീകരിക്കുകയാണ്. 40 പാരസെറ്റമോൾ ഗുളിക എടുത്ത് കലക്കി. ഇതിന്റെ ഇമ്മച്വർ മൈൻഡ്, ആ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് നോക്കണം. ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല ഇത്. അത് 22 എന്തോ എങ്ങനെ മെച്യൂരിറ്റി ഇല്ലെന്ന് കൊള്ളാം. 22 വയസ്സിൽ ചെയ്ത പണിയാണ് ഈ പറയുന്നത്. 22 വയസ്സായ ഒരു കുട്ടിക്ക് ലോകപരിചയമൊന്നുമില്ല, പഠിക്കാൻ പിടിക്കുകയാണ്. അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 90% മാർക്കോടുകൂടി PG ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ MA പാസ്സായ കുട്ടിയാണ്. അപ്പൊ അതേ അറിയാവുള്ളൂ. അതിന് ലോകപരിചയമൊന്നുമുള്ളതല്ല. അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി ഒരുത്തന് വിഷം ഒഴിച്ചു കൊടുക്കും. കാരണം ഇത് അപ്പൊ നമ്മുടെ കമാൽ പാഷ സാറ് പറയുന്നത് 22 വയസ്സ്, വെറും 22 വയസ്സുള്ള കൊച്ച്, ഒട്ടിക്കാളിയായിട്ടുള്ള കൊച്ച്, അത് ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള കൊച്ച്, എന്തിനാണ് സാർ പിന്നെ 21 തവണ അവള് ഗൂഗിളിനകത്ത് പാരസിറ്റാമോള് അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കിയത്? അവള് കൃത്യമായിട്ട് പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. സാറ് പറയുന്നുണ്ടല്ലോ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ടാണ് പാരസിറ്റാമോള് കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോന്ന്. മേ ബി മരിക്കത്തില്ലായിരിക്കാം. അവിടെ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായി. എങ്ങനെയാണ് ഫെയിലായത്? ഈ ജ്യൂസിനകത്ത് കലക്കി കൊടുക്കുന്ന പരിപാടി ടേസ്റ്റ് വ്യത്യാസം വന്നു. അത് അങ്ങനെ ഈ പറയുന്ന ഷാരോൺ കുടിച്ചില്ല. അവിടെ അവക്ക് മനസ്സിലായി ഈ ടേസ്റ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞ ഇവൻ കുടിക്കില്ല എന്ന്. അപ്പോഴാണ് ഇവൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത കഷായത്തിന്റെ ടേസ്റ്റ് അറിയാലോ, വല്ലാത്ത കയ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. അതിനകത്ത് ഈ പറയുന്ന കീടനാശിനി അവൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അവൻ കഷായം കുടിച്ചിട്ടില്ല, ഈ പെസ്റ്റിസൈഡിന്റെ ടേസ്റ്റും അറിയത്തില്ല. അതൊരു മൊത്തത്തിൽ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അത് ചലഞ്ച് എന്നുള്ള രീതിയിൽ അവനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. അവനെ കൊണ്ട് ഏത് തരത്തിലും കുടിപ്പിച്ചേ അടങ്ങും എന്നുള്ള രീതിയിലാണ് അവിടെ വന്നത്. മനസ്സിലായോ? അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള കുറുക്കന്റെ ബുദ്ധിയുള്ള ഇവളെ എങ്ങനെയാണ് താങ്കൾ ഇമ്മച്ചുവേർഡ് എന്ന് വിളിക്കുന്നത്? ഇവള് വെറുതെ അങ്ങ് പാരസിറ്റമോൾ കലക്കി കൊടുത്തിട്ടൊന്നുമില്ല. ഇവള് കൃത്യമായി അത് സ്റ്റഡി ചെയ്ത പരിപാടിയാണ്. അതിന്റെയൊക്കെ പ്രോപ്പർ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇവക്ക് വധശിക്ഷ വിധിച്ചത്. അപ്പൊ ഈ വീട്ടിൽ ഇയാൾ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇങ്ങനൊരു സംഭവം, ഈ കുട്ടിക്ക് ഇയാളെ ഒഴിവാക്കണം. ഇവൻ പോകത്തില്ല. ഇത് വലിയ ശല്യമായ കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചെയ്തതാണ്. ഇതാണ് കാര്യം. അങ്ങ് ചെയ്ത് പോയതാണ് ഗൈസ്. അവൻ അവിടെ ചെന്നത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ എന്നാണ് ചോദിച്ചത്. ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പുണ്യാളത്തി പ്രാർത്ഥിക്കാനാണോ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, തലേ ദിവസം നല്ല രീതിയിൽ ഇവര് തമ്മിൽ ഒരു സെക്സ് ടോക്ക് നടന്നിട്ടുണ്ട്. അവരെ വശീകരിച്ച് മറ്റേ പരിപാടി നടത്താൻ വേണ്ടി തന്നെയാണ് ഇവിടെ വീട്ടിലോട്ട് ആരുള്ള സമയത്ത് വിളിച്ചു വരുത്തിയത്. അവൻ അവന്റെ പെണ്ണെന്നുള്ള രീതിയിലായിരിക്കും അവിടെ ചെന്നത്, അല്ലാതെ അവൻ കള്ളവെടി വെക്കാൻ പോയിട്ടില്ല. ഈ പറയുന്ന ഇവള് പുണ്യാളത്തി
ഒന്നുമല്ല. ഇവള് വേറെ ഒരുത്തനുമായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ച സമയത്താണ് ഈ പരിപാടിക്ക് ഇവളെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. ഇവളെയാണോ കുറച്ച് മെച്ചൂടെ നിങ്ങൾ പറഞ്ഞത്? ഇവളവിടെ നാമജപം ജപിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ അല്ലേ? എന്നിട്ട് പറയാണ് അങ്ങ് പറ്റിപ്പോയതാണ്, അങ്ങ് പറ്റിപ്പോയി. എന്തൊരു പറ്റലാ പറ്റിയതങ്ങ്. വളരെ സിമ്പിൾ ആയിട്ടല്ലേ പറയണം, അങ്ങ് പറ്റിപ്പോയി. ഇതിലിറങ്ങിയ ഇത് കാണുന്നവർ അത് ഞാൻ പറഞ്ഞില്ലേ, ഇമ്മച്യൂർ മൈൻഡിന്റെ ഒരു ക്രൈമാണത്. കാരണം ഇത് എന്റെ പൊന്ന് സാറേ, വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ ഇമ്മച്വർ എന്ന് പറയാതെ അവക്ക് നിങ്ങളെക്കാളും ബോധമുണ്ട്. വധശിക്ഷ വിധിച്ചപ്പോ പോലും അവള് കുലുങ്ങിയിട്ടില്ല. നല്ല രീതിയിൽ ഇത് ആലോചിച്ച് ചെയ്യാനുള്ള സാവകാശമൊന്നും അതിനില്ല. അവസാനം ഇതൊക്കെ നോക്കി ആദ്യം പാരസെറ്റമോൾ എടുത്ത് കൊടുത്തു. പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോ? ഇല്ല, അത് അതിനറിയില്ല, അത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പാരസിറ്റമോൾ കഴിച്ചാൽ ഒരുപക്ഷെ മനുഷ്യർ മരിക്കത്തുണ്ടായിരിക്കില്ല, പക്ഷെ ഓവർഡോസ് ഓഫ് ദ പാരസിറ്റമോൾ കോസ് ലിവർ ഡാമേജ് ഉണ്ടാവാം. ഇവൾ അവിടെ ഒരു സ്ലോ പോയിസൺ എന്നുള്ള രീതിയിലാണ് പാരസിറ്റമോൾ ഇവന് കൊടുത്തത്. അല്ലാതെ ഒരു സഡൻ ആയിട്ട് വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു പരിപാടി അല്ല ഇവളവിടെ അഡോപ്റ്റ് ചെയ്തത്. അത് ഫെയിൽ ആയപ്പോഴാണ് മറ്റേ കീടനാശിനിയിലൂടെ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതും കഴിഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ആത്മഹത്യ ചെയ്യാനാണ് ഈ ലൈസോൾ എടുത്ത് കുടിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇതിനില്ല. ഒരു ഇമ്മച്യൂർ മൈൻഡിന്റെ എല്ലാ ലക്ഷണങ്ങളും വെളിവാക്കുന്നുണ്ട് ഈ ക്രൈം. ജഡ്ജ്മെന്റിനകത്ത് പറയുന്നത് ഇവള് ലൈസോൾ എടുത്ത് കുടിച്ചേക്കുന്നത് ഫേക്ക് ഡ്രാമയാണ്, അല്ലെങ്കിൽ ഫേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ്. ഇത്രയൊക്കെ ബ്രൂട്ടലായിട്ട് ഒരുത്തനെ പ്ലാൻ ചെയ്ത് കൊല്ലാൻ വേണ്ടി ലൈസോൾ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ചാവത്തില്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ 27 വയസ്സുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെന്ന്. അല്ലെങ്കിൽ പിന്നെ വക്കീൽ പറഞ്ഞു കൊടുത്ത ബുദ്ധി ആയിരിക്കും, നീ ഒരു ആത്മഹത്യാ ഡ്രാമ നടത്ത്, ചത്തുപോത്തില്ല, അതിന്റെ ഒരു ആനുകൂല്യം നിനക്ക് കിട്ടും എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ ആയിക്കൂടെ? ലൈസോൾ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ചാവത്തില്ല എന്ന് പൂർണ്ണമായ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അവൾ അതും പ്ലാൻ ചെയ്തിട്ടായിരിക്കും അകത്തോട്ട് കയറിയേക്കുന്നത്. എന്താണെങ്കിലും ഇദ്ദേഹത്തിന് ഈ ചൊറിഞ്ഞ വർത്താനം കേട്ടിട്ട് ഷാരോണിന്റെ ഫ്രണ്ട് ആണ് ഇരിക്കുന്നത്, അവനും ആ ഒരു ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അവൻ എണീറ്റ് പോയി. അതുകൂടെ കാണാം നമുക്ക്. നടന്ന ഞങ്ങൾക്ക് മനസ്സിലായി, ഗ്രീഷ്മ എന്ന് പറയുന്നത് അതൊരു മനുഷ്യനല്ല, അത് എന്ത് ഗണത്തിൽപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് മാത്രമല്ല, എന്താ പറയാ, ചേട്ടനെ സ്നേഹത്തിനാണ് അവൾ വിഷം കലർത്തി കൊടുത്ത് നശിപ്പിച്ചത്. എന്ത് പറയണമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഡിബേറ്റിൽ നിന്ന് പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സാറിന്റെ വാക്കുകളൊന്നും എനിക്കിനി കേൾക്കാൻ താല്പര്യമില്ല. താങ്ക് യു. നന്നായിടാ മോനെ, നന്നായി തന്നെ പറയത്തുള്ളൂ. കാര്യം മനുഷ്യനായിട്ടുള്ളവർക്കും ഷാരോണിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഇദ്ദേഹം പറയുന്നത് കേട്ടിരിക്കാൻ പറ്റത്തില്ല. ആ തരത്തിലാണ് ഇദ്ദേഹം ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ വളരെ ലഘൂകരിച്ച് കാണാൻ ശ്രമിക്കുന്ന പോലെ. അവക്ക് പറ്റിപ്പോയതാണ്, അവള് ഇമ്മച്വേർഡ് ആണ്. എന്താണെങ്കിലും ഒരു ഭാഗ്യം നമുക്കുണ്ട്, ഇദ്ദേഹം അല്ല ജഡ്ജായിട്ടിരുന്നത്. ഇദ്ദേഹം ഒരുപക്ഷെ ജഡ്ജായിട്ടിരുന്നിരുന്നെങ്കിൽ അവള് കൈയും വീശി പാട്ടും പാടി തുള്ളിച്ചാടി ഇപ്പം പാറശാല തെണ്ടി തിരിഞ്ഞ് നടന്നേനെ. എല്ലാ ചാനലുകളിലും ഇപ്പം നിറഞ്ഞിരിക്കുന്ന കമാൽ പാഷയാണ്. 24 ന്യൂസിലും ഇദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെയും പ്രശസ്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഏജ് ഓഫ് 18 എന്ന് പറയുന്നത് ചൈൽഡാണ്. ഈ 18 വയസ്സ് കഴിഞ്ഞ് 4ാമത്തെ വർഷമല്ലേ ഇത് ഇങ്ങനെ കൊന്നേക്കുന്നത്. ഇത് ആള് മോശക്കാരിയൊന്നും അല്ല. കാരണം ഇത് മഹാവൃത്തിയുടെ ഇതുപോലെ നോക്കി പഠിച്ച് ചെയ്തതാണ്. അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു, അതെല്ലാം ഉണ്ട്. പക്ഷെ അതിന് നന്നാവാൻ ഒരു അവസരം, അതിന് ഒരു റെഫർമേഷൻ ഉള്ള ഒരു അവസരം ഉണ്ടോ ഇല്ലയോ എന്ന് കോടതി നോക്കേണ്ടതാണ്. ഇവളെയൊക്കെ നന്നാക്കിയിട്ട് എന്തെടുക്കാനാണ്, എന്ത് ഗുണമാണ് ഈ സമൂഹത്തിന് ഇവിടെ കൊടുക്കുന്നത്? ഇവളെയൊക്കെ നന്നാക്കിയിട്ട് എന്തെടുക്കാനാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവള് പുറത്തിറങ്ങി കഴിഞ്ഞ് ഇനിയും ആരെങ്കിലും ഇത്ര വിഷമിച്ച് കൊല്ലും? ഒരു തരത്തിലുള്ള ഒരു തരുമ്പ് പോലും കുറ്റബോധം ഇല്ലാത്തവളാണ് ഇവള്. കമാൽ പാഷ, ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ഈ ഗ്രീഷ്മ അടിച്ചു നോക്കിയ ആ വെബ് സെർച്ച്, അല്ലെങ്കിൽ ആ സെർച്ച് വേർഡ് പാരക്യൂട്ട് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ബോഡി എന്ന് വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് ഈ പാരക്യൂട്ട് എന്ന കൊടും വിഷമായ കളനാശിനി മനുഷ്യ ശരീരത്തിനകത്തേക്ക് പോയാൽ മൾട്ടി ഓർഗൻ ഫെയിലൂർ അടക്കം ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ കാണാം. പിന്നീട് സ്കോളർലി റിസർച്ച് ഉണ്ട്, എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡികളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ പോയി ദീർഘദിവസങ്ങളെടുത്ത് മരിച്ചുപോയവരുടെ അനുഭവങ്ങൾ അതിൽ പല ലേഖനങ്ങളിലും പറയുന്നുണ്ട്. ഓരോ ആന്തരികാവയവങ്ങളിലും ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നതാണ്, കിടക്കുന്ന ദിവസത്തോളം എത്രത്തോളം ഇഞ്ചിഞ്ചായാണ് ഇത് മരിക്കുന്നത് എന്ന കാര്യമൊക്കെ വളരെ ഭംഗിയായി ഗൂഗിളിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഒരു MAക്ക് 90% മാർക്ക് വാങ്ങിയ പെൺകുട്ടിക്ക് അത് വായിച്ചാൽ മനസ്സിലാവാത്തതല്ല. ഇഞ്ചിഞ്ചായി മരിക്കും എന്നറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ആ വിഷം. അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ? അതായത് ഇപ്പോൾ ഈ പാരസെറ്റമോൾ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗുളിക ഏതാണ്ട് 40 ഗുളിക എങ്ങാണ്ട് അത് കലക്കി ഏതോ പാനീയത്തിലെങ്ങാണ്ട് ചേർത്ത് കൊടുത്തു. ചേർത്ത് കൊടുത്തു, ഇയാൾ കുടിച്ചു. പക്ഷേ അയാൾ മരിച്ചൊന്നുമില്ല. ഇതിന്റെ ധാരണ ഈ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കുടിച്ചില്ല സാർ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? അവൻ കുടിച്ചിട്ടില്ല. ഈ പാരസെറ്റമോൾ ഹൈ ഡോസ് 10-40 എണ്ണമൊക്കെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ലിവറൊക്കെ ആ സമയത്ത് അടിച്ചു പോകും. അതെന്താ മനസ്സിലാക്കാത്തത്? ഇപ്പൊ ഇവള് കൊടുത്ത കീടനാശിനി തന്നെ അതും പെട്ടെന്ന് മരിക്കാനുള്ളതല്ല, ഓരോ അവയവം അഴുകി ഇഞ്ചിഞ്ചായിട്ട് മരിക്കാനുള്ള സാധനമാണ് അവള് കൊടുത്തേക്കുന്നത്. പാരസെറ്റമോളും അതുപോലുള്ള സാധനം തന്നെയാണ്, പക്ഷെ മരിക്കാനുള്ള സാധ്യത 5% മാത്രമേ ഉള്ളൂ പാരസെറ്റമോളിനകത്ത്. അന്നേരം ഇവള് ഒരു
സ്ലോ പോയിസൺ എന്നുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കീടനാശിനിയുടെ അളവ് ചിലപ്പം കൂടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പയ്യെ മരിക്കത്തുള്ളായിരുന്നു. ഇവിടെ കല്യാണം എടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇവള് കൂടുതൽ ഡോസ് കയറ്റിയാൻ കൊടുത്തത്. അല്ലെങ്കിൽ പയ്യെ ഇതുപോലെ ചലഞ്ച് നടത്തി ഓരോ അവയവമായിട്ട് ഇങ്ങനെ അവള് കൊന്നെടുത്തേനെ പയ്യനെ. സോ ഈ പാരക്യൂട്ട് ഹെർബിസൈഡ് എഫക്ട് ഓൺ ഹ്യൂമൻ ബോഡി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും. കിഡ്നി ഫെയിലിയർ, ലങ്സ് ഡാമേജ്, ലിവർ ഫെയിലിയർ, ഹേർട്ട് ഇഞ്ചറി, മസിൽ വീക്ക്നെസ്, അങ്ങനെ തുടങ്ങി ശരിക്കും ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്രോണിക് എഫക്ട്സ്, പാർക്കിൻസൺസ് ഡിസീസസ് ഉണ്ടാവാം, സിംറ്റംസ് ബേൺ ആൻഡ് ത്രോട്ട് പെയിൻ, ചോക്കിങ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, നോസ് ബ്ലീഡിങ്, സ്റ്റൊമക് പെയിൻ ആൻഡ് വൊമിറ്റിങ്. ഈ പറയുന്ന എല്ലാ സിംറ്റംസും ഷാരോൺ കാണിച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്, മൂത്രം ഒഴിക്കാൻ പോലും പറ്റത്തില്ല, നാക്ക് വരെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് ആ പയ്യൻ മരിച്ചത്. 11 ദിവസം ആ പയ്യൻ കിടക്കേണ്ടി വന്നു. ഇത്രയും ബ്രൂട്ടലായിട്ട് ഇഞ്ചിഞ്ചായിട്ട് ഇവൾ അവനെ കൊന്നു. ഇവക്ക് പിന്നെ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? ഈ 11 ദിവസവും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുമ്പോഴും ഇവക്ക് ഒരു തവണയെങ്കിലും ഈ പറയുന്ന പറ്റിപ്പോയതാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടെങ്കിൽ പറയാമായിരുന്നു ആ ജ്യൂസിനകത്ത് എന്താണ് കലക്കി തന്നത്. ഇയാളെ കൊല്ലണം. അങ്ങനെ വന്നു കഴിച്ചപ്പോൾ അത് ഒരു കണ്ടുപിടിച്ച മാർഗമാണ് കീടനാശിനി കഷായത്തിനകത്ത് ചേർത്ത് കൊടുക്കാമെന്ന്. അത് ഇയാളെ വാങ്ങിച്ചു കുടിച്ചെന്നാണ് ആ പെൺകുട്ടി മജിസ്ട്രേറ്റിന്റെ കൊടുത്ത ഒരു ചോദിച്ച് മേടിച്ചു കൊടുത്തു. പിന്നെ കൊണ്ടുവരുമ്പോഴേ ചോദിച്ച് മേടിച്ചു കൊടുത്തു. അവള് തന്ത്രപരമായി വിളിച്ചു വരുത്തി മറ്റേ ജ്യൂസ് ചലഞ്ച് ഒക്കെ ചെയ്യുന്ന പോലെ അത്രയും കണ്ണിങ് ആയിട്ട് അവനെ കൊണ്ട് കുടിപ്പിച്ചതാണ്. ഒരു പക്ഷെ കുടിക്കുമ്പോൾ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അതിനകത്ത് അവനെ കൊല്ലാനുള്ള വിഷം അവള് ചേർത്തിട്ടുണ്ട്. അത്രയ്ക്ക് വിശ്വാസമായിട്ടുണ്ടാവും. അതാണ് അതിന്റെ ഈ പ്രതിയെ തൂക്കി കൊല്ലണമെന്നും വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവും. അത് സമൂഹത്തിന്റെ ഒരു ഔട്ട്ക്രൈ അല്ല കോടതി അവിടെ കേൾക്കേണ്ടത്. കോടതി കേൾക്കേണ്ടത് ഇത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും വിലയിരുത്തണം. എന്തൊക്കെ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ട്, എന്തൊക്കെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ട്, വിലയിരുത്തിയിട്ടാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇതിനെ ലഘൂകരിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും വധശിക്ഷ കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള കേസിനകത്ത്. ഇദ്ദേഹം ഇന്നലെ തൊട്ടേ തുടങ്ങിയതാണ് അഗ്രഗേറ്റീവും സർക്കംസ്റ്റൻസും മിറ്റിഗേറ്റീവ് സർക്കംസ്റ്റൻസും. അറിയാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം ഗൈസ്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് ആർ ഫാക്ടേഴ്സ് ദാറ്റ് റെഡ്യൂസ് സിവിയറിറ്റി ഓഫ് ദ ക്രൈമിന്റെ ആ ഒരു ഗാഢത കുറച്ചു കൊണ്ടുവരുന്ന സർക്കംസ്റ്റൻസിനെയാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്, ക്രൈമിന്റെ ആ ഒരു തീവ്രത കൂട്ടിക്കൊണ്ടുവരുന്നതിനെയാണ് അഗ്രഗേറ്റീവ് സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ മിറ്റിഗേറ്റീവ് സർക്കംസ്റ്റൻസിനകത്ത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കണക്കാക്കുകയും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ്, ഏജ്, മെന്റൽ സ്റ്റേറ്റ്, ലാക്ക് ഓഫ് ക്രിമിനൽ റെക്കോർഡ്, ഹിസ്റ്ററി ഓഫ് അബ്യൂസ്, സെൽഫ് ഡിഫൻസ്, കൊറോഷൻ, വിക്ടിം കൾപ്പബിലിറ്റി, സബ്സ്റ്റൻസ് അബ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസിനകത്ത് നോക്കുന്നത്. ഏജ്, ഇവക്ക് 24 വയസ്സാണുള്ളത്. ഏജ് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒന്നാണ്. പക്ഷെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മരിച്ചിരിക്കുന്ന വ്യക്തിക്കും 24 വയസ്സ് മാത്രമാണുള്ളത്. രണ്ടാമത്തെ, മെന്റൽ സ്റ്റേറ്റ്. ഇവിടെ മെന്റൽ സ്റ്റേറ്റിന് എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഒരു കുരുവക്കില്ല. ഇവിടെ ചോദ്യം ചെയ്ത സമയത്തും ഇവിടെ തെളിവെടുക്കാൻ കൊണ്ടുപോയ സമയത്തും എന്തിന് കൂടുതൽ പറയണം? വധശിക്ഷ എന്ന് കോടതി വിധിച്ചപ്പോൾ പോലും ഒരു കൂസലും ഇല്ലാതെ നിന്നവളാണ് ഇവള്. ഇവിടെ മെന്റൽ സ്റ്റേറ്റിന് എന്താണ് കുഴപ്പം? ലാക്ക് ഓഫ് ക്രിമിനൽ റെക്കോർഡ്. ഗ്രീഷ്മ എന്ന വ്യക്തിയുടെ പേരിൽ ഒരു ക്രിമിനൽ റെക്കോർഡും ഇല്ല. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു സർക്കംസ്റ്റൻസും തള്ളിക്കളഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാരോണിനെ വധിച്ചത് ഇവിടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല. അതിനു മുമ്പ് ജ്യൂസിനകത്ത് വിഷം കലക്കി അല്ലെങ്കിൽ ജ്യൂസിനകത്ത് പാരസിറ്റമോൾ കലക്കി കൊടുത്ത് ഇവിടെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ പ്രൂഫ് അടക്കമുണ്ട്. അതുകൊണ്ടാണ് അതും ഇവിടെ തള്ളിക്കളഞ്ഞത്. ഹിസ്റ്ററി ഓഫ് അബ്യൂസും അതിനകത്ത് വരുന്നതാണ്. അടുത്തത് സെൽഫ് ഡിഫൻസ്. ഇവള് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടല്ല ഈ ഒരു ക്രൈം ചെയ്തിരിക്കുന്നത്. ഇവളെ ഒരു തരത്തിലും ഷാരോൺ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അന്നേരം അതും നമുക്ക് തള്ളിക്കളയാവുന്നതാണ്. അടുത്തത് കൊറോഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രെട്ടായിട്ട് വരുന്ന ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിന് അതൊരു വിലങ്ങുതടിയായി എന്ന് വരുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ്ഫുള്ളി അദ്ദേഹത്തിനെ കൊല്ലുന്ന ആ ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്ന കൊറോഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഷാരോണിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഷാരോൺ ഒരു തരത്തിലും ഗ്രീഷ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഷാരോൺ കാരണം ഗ്രീഷ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്നോ എങ്ങും പറയുന്നില്ല. മേ ബി ഇവിടെ തോന്നലുകളായിരിക്കും ഇവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. ഇവിടെ പ്രൈവറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ പ്രൈവറ്റ് വീഡിയോസ് ഇവന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് നാളെ പബ്ലിക് ആയി കഴിഞ്ഞാൽ ഇവക്ക് പ്രശ്നമാണ്. മേ ബി ആ തോന്നലുകളായിരിക്കും. പക്ഷെ ഷാരോൺ അങ്ങനെ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. എല്ലാം എടുത്ത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ ഓരോ കാര്യവും നമ്മൾ എടുത്തു പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിനെല്ലാം ഈ പറയുന്ന മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസിന് എല്ലാം എതിരെയാണ് ഇവള് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും ഈ ഒരു കേസിന്റെ തീവ്രത കുറച്ച് കാണാൻ പറ്റില്ല. അത് തന്നെയാണ് കോടതിയും ചൂണ്ടിക്കാട്ടിയത്. സാർ ഈ ഒരു കേസ് പൂർണ്ണമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും താങ്കൾ ഇതുപോലെ വന്നിരുന്നിട്ട് പറയുമോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിൽ നമ്മളെക്കാളും ഒരുപാട് അറിവുള്ള മനുഷ്യനാണ് നിങ്ങൾ. അന്നേരം ഒരു സാധാരണക്കാരൻ്റെ ഉള്ള ഫീലിങ്സ് ആണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഇവള് 100% മരിക്കേണ്ടവളാണ്. ഇവക്ക് ജീവിക്കാൻ ഒരു യോഗ്യതയും ഇല്ല. പിന്നെ അഗ്രിഗേറ്റീവ് സർക്കംസ്റ്റൻസിന്റെ വെച്ചിട്ടായിരിക്കും ഇവക്ക് തൂക്കേറ് കൊടുത്തത്. അത് കൊടുക്കുന്ന ലാക്ക് ഓഫ് റീമോഴ്സ്, കുറ്റബോധം ലെവലേശമില്ല, പ്രയർ കൺവിഷൻ, പ്രീമെഡിറ്റേഷൻ. അവള് മനഃപൂർവ്വം കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണ്. യൂസ് ഓഫ് വെപ്പൺ ഓർ വയലൻസ്.
യൂസ് ചെയ്തിട്ടുണ്ട്, വിഷം കൊടുത്താണ് കൊന്നേക്കുന്നത്. അപ്പം താങ്കൾ ഈ പറയുന്ന ഈ രണ്ട് സർക്കംസ്റ്റൻസ് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ അഗ്രിഗേറ്റീവ് സർക്കംസ്റ്റൻസിന് തന്നെയാണ് മുൻതൂക്കം. അതുകൊണ്ടാണ് ഇവള് ചെയ്ത കാര്യത്തെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തത്. കോടതിക്കും അത് മനസ്സിലായത് കൊണ്ടായിരിക്കണമല്ലോ ഇവക്ക് തൂക്കയർ കൊടുത്തത്. ഇത് ഞാൻ പറഞ്ഞത് ഈ സാഹചര്യങ്ങൾ, ഈ കുട്ടി ചൂണ്ടിക്കാണിച്ച സാഹചര്യങ്ങൾ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആവും, അതിന് സംശയമൊന്നുമില്ല. സോ നമ്മൾ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് അതൊന്നും ആവാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ നാളെ ഹൈക്കോർട്ടിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന വ്യക്തിക്കും ഇദ്ദേഹത്തിന്റെ ഇതേ നിലപാടാണ് ഉള്ളതെങ്കിൽ ആകാം, പറഞ്ഞിട്ട് കാര്യമില്ല. 2 വയസ്സിലുള്ള നടത്തിയ ഒരു കൊലപാതകം, അതാണ് ഞാൻ പറഞ്ഞത്. അത് അത്രത്തോളം മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഒന്നും ഇല്ല. ഇതൊക്കെ എടുത്ത് നോക്കി, ഇത് മുഴുവൻ എടുത്ത് നോക്കി പഠിച്ചു, ഗൂഗിൾ മുഴുവൻ സെർച്ച് ചെയ്തു, ഒരു തന്നെ കൊല്ലുന്നത് എങ്ങനെയാണെന്നുള്ളതിന് റിസർച്ച് ചെയ്തൊക്കെ അത് കൊന്നു. അതെല്ലാം ശരിയാണ്, പ്രീ മെഡിറ്റേറ്റഡുമാണ് ഈ മർഡർ, അതിന് സംശയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇത് മർഡർ ആയത്. അല്ലെങ്കിൽ മർഡർ ആവത്തില്ലല്ലോ, ഇത് മർഡർ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാമോ ഇല്ലയോ എന്നുള്ള ഇപ്പം ഇവരുടെ വേദന, കുടുംബത്തിൻ്റെ വേദന ശരിയാണ്. ഷാരോണിൻ്റെ ബ്രദർ, അവർക്കൊക്കെ വേദനയുണ്ട് അതിനകത്ത്, ഒരു സംശയമില്ല. അച്ഛനും അമ്മയ്ക്കും വലിയ വേദനയുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് എല്ലാ കേസിലും വധശിക്ഷ കൊടുക്കാൻ പറ്റുന്നതാണോ? ഇല്ല, പറ്റില്ല. പക്ഷേ ഇതൊരു കൾപ്പബിൾ ഹോമിസൈഡ് ലെവലല്ല, ഇതിനെ ശിക്ഷിക്കേണ്ട. ഇത് സാധാരണ കൊലപാതകം പോലുമല്ല. ഈ കൊലപാതകത്തിന്റെ പിന്നിൽ അല്ല ഞാൻ പറഞ്ഞു, ഇത് കൊലപാതകം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കേസിനും വധശിക്ഷ കൊടുക്കേണ്ടതാണോ? എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുള്ള ജഡ്ജാണ് ഈ ഇരുന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. റിട്ടയർ ആയപ്പോൾ എന്ത് പറ്റി സാറേ? പഴയ ആർജവൊക്കെ ചോർന്നു പോയോ? മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഗ്രീഷ്മയെ അഭിസംബോധന ചെയ്യുന്നത് കുട്ടി, കുഞ്ഞ്, അല്ലെങ്കിൽ 22 വയസ്സ് മാത്രമുള്ള ഒരു കൊച്ച് എന്നുള്ള രീതിയിലാണ്. മരിച്ച ഷാരോണിനെ ഇദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് അവൻ, ഇവൻ, അവൻ അവിടെ എന്തിനാണ് പോയത്, അവൻ ഇങ്ങനെയാണ് പോയത്, ഈ ഒരു തരത്തിലാണ്. അവിടെ തന്നെ ഇദ്ദേഹത്തിന് എന്തോ ഒരു ഗ്രീഷ്മയോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. താങ്കൾ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരു ജഡ്ജ്മെന്റ് നടത്തുന്ന സമയത്ത് ഒരു ജഡ്ജും ഒരിക്കലും ബയസ്ഡ് ആയിട്ട് നിൽക്കരുത്, ഒരു ഫീലിംഗ്സിനും അടിമപ്പെടരുതെന്ന് താങ്കൾ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തുകൊണ്ട് ഗ്രീഷ്മയെ ആ കുട്ടി എന്നും വിളിക്കുന്നു, മരിച്ചുപോയ ഷാരോണിനെ അവൻ, ഇവൻ എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്യുന്നു? പ്രോപ്പർ ആയിട്ട് ബയസ്ഡ് ആയിട്ടാണ് താങ്കൾ നിൽക്കുന്നത്, സംസാരിക്കുന്നത്. താങ്കളുടെ എല്ലാ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാലും അതിനകത്ത് വിസിബിൾ ആണ്. അത് ഭയങ്കര വിഷമാണെന്ന് തോന്നുന്നു ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതിന്. അത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അത് നോക്കണം. ഇത് 20, 22, ഇപ്പൊ 24 വയസ്സെല്ലാം ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ റിമോസ് ആ കുട്ടിക്കുണ്ടായോ? ഏതെങ്കിലും നന്നാവാൻ ഒരു ചാൻസ് വല്ലതും ഉണ്ടെന്ന് നോക്കണം. 22 വയസ്സല്ലേ ഉള്ളൂ, അതുകൊണ്ട് തൂക്കിക്കൊല്ലണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നന്നാവാൻ ഒരു ചാൻസ് കൊടുക്കങ്ങോട്ട്, തൂക്കിക്കൊല്ലാതെ വിടങ്ങോട്ട്. പക്ഷെ ഇദ്ദേഹം ഈ ഒരു ചർച്ചയ്ക്കകത്ത് പറയുന്ന ഒരു കഥയുണ്ട്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച 2 പ്രതികളെ പറ്റിയാണ് പറയുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. അവിടെ തന്നെ ഇങ്ങനെയുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ല ഹാഷ്മി, ഇത് കേട്ടോളൂ. അതായത് ഹാഷ്മി പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് മർഡർ കേസ് നടത്തിയ ഒരു പ്രതി, അതിപ്പോൾ അയാളുടെ പേര് കാളമുരുകൻ എന്നാണ്. തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരനെ കുത്തിക്കൊന്നു, റോഡിൽ പരസ്യമായിട്ട് ഒരാളെ മോഷ്ടിച്ചുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് നിന്നപ്പോൾ പിടിച്ചതാണ്. ആ പോലീസുകാരൻ പോയി പിടിച്ചു, പോലീസിനെ കുത്തിക്കൊന്നു. ആ കേസിനകത്ത് ഞാൻ കാളമുരുകന് വധശിക്ഷ കൊടുത്താണ്. ഇത് കഴിഞ്ഞ് അയാൾ ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്നതിന് ശേഷം ഞാൻ അയാൾ വർഷങ്ങളായിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ അവിടെ കണ്ടു അയാളെ. എൻ്റെ അടുത്ത് ഓടി വന്നു. അപ്പോൾ പോലീസുകാരൊക്കെ ഒന്ന് എന്നെ വളഞ്ഞു, ഇയാൾ എന്നെ വല്ലതും നോക്കിയപ്പോൾ എന്ത് സന്തോഷമായിട്ട് ആണ്. ഞാൻ ചോദിച്ചു മുരുകൻ്റെ അടുത്ത്, മുരുകന് എൻ്റെ അടുത്ത് വിരോധമൊന്നുമില്ല. എനിക്കെന്തോ സാർ വിരോധം, ഞാൻ കുറ്റം ചെയ്ത് സാർ എന്നെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ പ്രതിയാണ്. അയാള് നന്നായി, വളരെ അയാള് നന്നായി. എപ്പോഴാണ് നന്നായത്? താങ്കൾ വധശിക്ഷ കൊടുത്തത് കൊണ്ട് നന്നായി അല്ലേ? ബാക്കി പറ, കേൾക്കട്ടെ. പാട് കൊലക്കേസിൽ ഞാൻ വധശിക്ഷ കൊടുത്ത ഒരു പ്രതിയുണ്ട് ഇപ്പോഴും. അയാൾ ആ ജയിലിൽ നിന്ന് എനിക്ക് ലെറ്റർ അയക്കാറുണ്ട്. അതേപോലെ തന്നെ അയാളുടെ ബ്രദർ വഴി എനിക്ക് അയാൾ ഇരിച്ച പുസ്തകങ്ങളൊക്കെ കൊടുത്തയച്ചു. ഇതൊക്കെ ചെയ്ത് അയാൾ നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. അവനൊക്കെ മെച്ചപ്പെടാം. അയാളൊക്കെ ഒരു രണ്ടാമതും വധശിക്ഷ കൊടുത്ത ആളും മെച്ചപ്പെട്ടു ഗൈസ്, നന്നായി. ബാക്കി പറ. 7-8 കൊലക്കേസിലെ പ്രതിയാണ് എന്ന് അയാൾക്കൊക്കെ മെച്ചപ്പെടാമെങ്കിലാണോ ഈ പെൺകുട്ടിക്ക് ഒരു 10, 30, 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് ഒതുങ്ങി ശരിയാവത്തില്ലേ? അവൾ ഒതുങ്ങി അങ്ങ് ശരിയാവും. പതിവ്രതയാണല്ലോ. പിന്നെ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവള് ലോക പതിവ്രതയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ വധശിക്ഷ കൊടുത്ത ആളുകളെല്ലാം നന്നായി, അവരെ നന്നാക്കാനാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ അവർക്ക് എന്തിനാണ് താങ്കൾ വധശിക്ഷ കൊടുത്തത്? എനിക്കത് മനസ്സിലാവാത്ത. അവരെ നന്നാക്കാൻ താങ്കൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നത് എന്തിനാണ് വധശിക്ഷ കൊടുത്തത്? പറഞ്ഞിട്ട് പോയാൽ മതി. എന്നാ പിന്നെ ഇവിടെ ഗ്രീഷ്മയുടെ കാര്യം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ പോരെ? അവൾക്ക് വധശിക്ഷ കൊടുത്തു, എന്നാ പിന്നെ അവൾ നന്നായി എന്ന് എന്താ ചിന്തിക്കാത്തത്? പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് വധശിക്ഷ കൊടുക്കരുത്, പക്ഷെ നന്നാവാൻ ഒരു അവസരം കൊടുക്കണം. പക്ഷെ തന്റെ കേസ് കേട്ട് വരുമ്പോഴത്തേക്ക് വധശിക്ഷയും കൊടുത്ത് അവർ നന്നാവുകയും ചെയ്തു. എന്താ ഒരു ഡബിൾ
സ്റ്റാൻഡ് അണ്ണയും മനസ്സിലാവണില്ല. കൊള്ളാം, സൂപ്പർ. താങ്കൾ ഈ പറയുന്നതെല്ലാം ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിന്റെ ഒരു ചേട്ടന്റെ മുന്നിൽ നിന്നാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പിഞ്ചു കുഞ്ഞ് ഇമ്മച്ചോടായിട്ട് പെരുമാറിയപ്പോൾ ഒരു ചെറിയൊരു കൊലപാതകം നടത്തിയെന്നൊക്കെ വന്നിരുന്ന് പറയുന്നത്. ആ പയ്യൻ അവിടെ ഇരിക്കുന്ന മാന്യതയെങ്കിലും താങ്കൾക്ക് കാണിക്കാമായിരുന്നു. ഇന്നലെ തന്നെ ഒരുത്തനെ ഇറങ്ങിപ്പോയ ഒരു എക്സാമ്പിൾ താങ്കളുടെ മുന്നിലുണ്ട്. മേ ബി ചിലപ്പോൾ തന്റെ വർത്താനം കേട്ടിട്ട് ആ പയ്യൻ അവിടെ നിന്ന് എണീറ്റ് പോകാതെ അവിടെ ഇരുന്നത് താങ്കളോടുള്ള റെസ്പെക്ട് കാരണമായിരിക്കും. ഞാൻ അങ്ങനെ ഒരു മൊമെന്റ് ചീത്തോളിച്ചിട്ട് ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം പറയാമല്ലോ. ആര് കേട്ടിരിക്കുന്നത്? നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ വീട്ടുകാർ കേട്ടിരിക്കുന്നത്. അവള് ചാവേണ്ടവളാണ്, അവള് 100% ചാവേണ്ടവളാണ്. അവളെ ഇനി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അവള് ചാവുകയോ ചാവാതിരിക്കുകയോ ഈ ജഡ്ജ്മെന്റിനോട് 100% നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. എന്റെ അപ്പുറത്ത് യാതൊരു കാര്യമില്ല. ഇവളങ്ങനെ പുറത്തിറങ്ങി ഇവളെ തല്ലിക്കൊല്ലണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നന്നാവാൻ പോയിട്ട് ഇവർക്ക് ജീവിക്കേണ്ട അവസരം പോലും ഇനി കൊടുക്കരുത്. എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഹരിതാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ബൈ.